ആതുര സേവനം ജനസേവനത്തിൽ അധിഷ്ഠിതമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ 9,947 പേർക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂരിൽ റെയിൽ പാളത്തിൽ ഇരുമ്പ് റാഡ് കണ്ടെത്തിയ സംഭവം. തമിഴ്നാട് സ്വദേശി പിടിയിൽ. മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇരുമ്പ് റാഡ് ട്രാക്കിൽ കൊണ്ടിട്ടതെന്ന് പ്രതിയുടെ മൊഴി. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന. ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാനൊരുങ്ങി വനം വകുപ്പ്. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം പരിശോധിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക നേട്ടം എന്നത് മാത്രമാകരുത് ഒരു ഡോക്ടറുടെ ലക്ഷ്യമെന്നും നിർധനരായ ആളുകളുടെ വാതിൽപ്പടിയിലായിരിക്കണം വൈദ്യസേവനമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ബിരുദദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് പറയുന്നത് പോലെ സ്വന്തം ജനസേവനത്തിൽ അധിഷ്ഠിതമാകണം നമ്മുടെ ആതുര പഠന പൂർത്തീകരണമെന്നും ഗവർണർ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ മാനുഷിക മൂല്യവും മനുഷ്യത്വവും ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ ഒരു നല്ല മനുഷ്യനായിരിക്കണം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടല്ല ഒരാൾ അറിയപ്പെടുക, മറിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ സഹജീവികളോട് മനുഷ്യത്വം കാണിക്കുന്നുവെങ്കിൽ അയാൾ ഒരു നല്ല ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആകുമെന്നും മനുഷ്യത്വം എന്ന നന്മ അതാണ് സമൂഹം ഡോക്ടർമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. My medical education for the people who are there in my country, in my village, in my district, in my state. For them I have taken my education and that is my motto. That is what my university has given to me. And that is exactly what the pledge you have taken today. Are we adhering to that pledge? Are we sticking to that pledge? That is the question to be answered every time, every now and then. Not just once in a while. We have to ask this question to myself, ask the question and answer it. Your all parents have done this. They have taken struggle. They have toiled and moiled to get your degree today. They also are aspiring for you. They are also they want to know what you are going to do. I have taken the degree. It is in the interest of the society. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച 9,947 പേർക്കുള്ള ബിരുദ പ്രഖ്യാപനം നടന്നു. അവരിൽ ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ, PhD എന്നിവ നേടിയ 1,159 പേർക്ക് ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ച് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്ക് നേടിയ 13 വിദ്യാർത്ഥികളെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, പ്രോ വൈസ് ചാൻസലർ CP വിജയൻ, രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ S അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ MS സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ റെയിൽ പാളത്തിൽ ഇരുമ്പ് റാഡ് കണ്ടെത്തിയ സംഭവം ആശങ്കയ്ക്കിടയാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹരിയാണ് പിടിയിലായത്. ഇരുമ്പ് റാഡ് ട്രാക്കിൽ കൊണ്ടിട്ടത് മോഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് പ്രതി റെയിൽവേ പോലീസിന് മൊഴി നൽകി. പ്രതി ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. പാളത്തിന് സമീപമുണ്ടായിരുന്ന റെയിലിന്റെ കഷ്ണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. കഞ്ചാവ് വാങ്ങാനുള്ള പണം കണ്ടെത്താനാണ് ഇരുമ്പ് റാഡ് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. വ്യാഴാഴ്ച പുലർച്ചെ 4:55-നാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ ഇരുമ്പ് റാഡ് വെച്ചതായി കണ്ടെത്തിയത്. ഈ സമയം വന്ന ഗുഡ്സ് ട്രെയിൻ ഇരുമ്പ് റാഡ് തട്ടിത്തെറിപ്പിച്ച് കടന്നു പോവുകയായിരുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം റെയിൽവേ സ്റ്റേഷൻ അധികൃതരെ അറിയിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് 100 മീറ്ററിനകലെയായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന. ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാനൊരുങ്ങി വനം വകുപ്പ്. ആനത്താരകൾ ശുചീകരിക്കുന്ന നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നടത്താൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഉത്തരവ് വരാനിരിക്കെ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വനം വകുപ്പ്. ഗണപതിയുടെ കാലിന് കുപ്പിച്ചില്ലുകൊണ്ട് മുറിവുണ്ടായതെന്നാണ് സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ആനകൾക്കും കാലിന് മുറിവ് പറ്റാതിരിക്കാൻ ആനത്താരകളിലെ കുപ്പിച്ചില്ലുകളും പഴയ കമ്പി കഷ്ണങ്ങളും അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. പുഴയുടെ മറുകരയിൽ ഏഴാറ്റുമുഖം ഭാഗത്ത് 8 കിലോമീറ്ററും വെറ്റിലപ്പാറയിൽ 4 കിലോമീറ്റർ ദൂരത്തിലുമാണ് ശുചീകരണം നടത്തിയത്. 15ഓളം RRT അംഗങ്ങൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു.
അതേസമയം ഗണപതിയെ നിരീക്ഷിക്കൽ വ്യാഴാഴ്ചയും തുടർന്നു. പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും പുഴ കടന്നെത്തിയ ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ വേഗതയിൽ ആന നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉച്ചയോടെ കാട്ടാന വീണ്ടും മറുകരയിലേക്ക് പോയി. ആനയെ പിടികൂടി ചികിത്സ നടത്തുന്ന ദൌത്യം ഉടനെ ഉണ്ടാകുമെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ ലക്ഷ്മി പറഞ്ഞു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി 28 വയസ്സുള്ള സഞ്ജയാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കഴിഞ്ഞ തിങ്കളാഴ്ച മലക്കപ്പാറ നടുപെരട്ടിൽ എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടുപോത്ത് സഞ്ജയെ ആക്രമിച്ചത്. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് തീരദേശ മേഖലയിൽ പരിശോധനയ്ക്ക് എത്തിയത്. പെരിങ്ങാട്, ഇടിയഞ്ചിറ, തിരുനെല്ലൂർ, പൈങ്കണ്ണിയൂർ, കോന്നൻ ബസാർ, മുനയ്ക്കൽക്കടവ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവുകൾ വന്നിരുന്നു. സംഭവത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ജോയിന്റ് റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഉത്തരവ്. ഇതു സംബന്ധിച്ച കേസ് ഈ മാസം 18-ന് വീണ്ടും വാദം കേൾക്കും. പെരിങ്ങാട് തീരദേശ സംരക്ഷണ സമിതിയും ജനപ്രതിനിധികളായ OJ ഷാജൻ, വിമല സേതുമാധവൻ എന്നിവരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സബ് കളക്ടർ അഖിൽ മേനോൻ, കളക്ടറേറ്റ് ജില്ലാ സർവീസ് സൂപ്രണ്ട് ഓഫീസർ C മനീഷ്, തഹസിൽദാർ MK കിഷോർ, ഭൂരേഖ തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ P രാജൻ, K സോണിയ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ, വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ്, മറ്റ് ജനപ്രതിനിധികൾ, തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഷൈജു തിരുനെല്ലൂർ, അബു കാട്ടിൽ, പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, ഗുരുവായൂർ SHO പ്രേമാനന്ദ കൃഷ്ണൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. TCV പാവറട്ടി. ജില്ലയിലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയായ റോഡുകളുടെ വിവരങ്ങളും 3ാം ഘട്ടത്തിലെ പദ്ധതി പുരോഗതിയും യോഗം വിലയിരുത്തി. കളക്ടറേറ്റിൽ ചേർന്ന കേന്ദ്രമന്ത്രിയുടെ യോഗത്തിൽ നിന്നും MLA-മാരായ മുരളി പെരുന്നെല്ലി, P ബാലചന്ദ്രൻ, കോർപ്പറേഷൻ മേയർ എന്നിവർ വിട്ടുനിന്നത് കർഷക വിരുദ്ധ മനോഭാവം കൊണ്ടാണെന്ന് BJP. MLA-മാരുടെയും മേയറുടെയും നിലപാട് അത്യന്തം അപലപനീയമാണെന്നും BJP കുറ്റപ്പെടുത്തി. കാലങ്ങളായി കാർഷിക മേഖലയും കർഷകരും അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം യോഗം ചേർന്നത്. രാഷ്ട്രീയ നിറം നോക്കി കർഷക നയങ്ങളിൽ വെള്ളം ചേർത്ത് കർഷകരെ ദ്രോഹിക്കുന്ന സമീപനം MLA-മാരും മേയറും തിരുത്തണമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതി കാണിച്ച കമ്പനിക്കെതിരെ എടുത്ത കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചതോടെ തങ്ങൾ ഇതുവരെ കമ്പനിക്കെതിരെ ഉയർത്തിയ കാര്യങ്ങൾ ശരിവയ്ക്കുകയാണെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇപ്പോൾ പുറത്തുവന്നത് 2006 മുതൽ 2016 വരെയുള്ള കണക്കുകളാണ്. യഥാസമയം വിവരാവകാശ രേഖകൾ സഹിതം ലംഘനങ്ങൾ ഓരോന്നും പുറത്തുകൊണ്ടുവന്നിട്ടും സംസ്ഥാനത്തെ ജനങ്ങളെ ഭീകരമായി കൊള്ളയടിച്ചിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങളോട് തുറന്നു പറയണം. നിലവിൽ 1535 കോടി രൂപയോളം പിരിച്ചെടുത്തു കഴിഞ്ഞു. ലംഘനത്തിന്റെ പേരിൽ കമ്പനിക്ക് 2245 കോടി രൂപ NHIA പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിച്ചാൽ കരാർ കമ്പനിയുടെ അഴിമതിയുടെയും കൊള്ള ലാഭത്തിന്റെയും യഥാർത്ഥ മുഖം പുറത്തുവരുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പെരിങ്ങോട്ടുകരയിൽ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. കല്ലൂർ ആദൂർ ഐനിക്കൽ നേരെപ്പറമ്പിൽ ജോസിന്റെ മകൻ 43 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ കാൽ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു.
മതിലകത്ത് MDMAയുമായി പിടിയിലായി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടയാളെ അറസ്റ്റ് ചെയ്തു. കോതപ്പറമ്പ് സ്വദേശി വൈപ്പിപ്പാടത്ത് ഫാരിഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 18-നാണ് പുന്നയ്ക്ക ബസാറിൽ കാറിൽ നിന്ന് 5.38 ഗ്രാം MDMA മതിലകം പോലീസ് പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവരെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നതിനിടെ ഇരുവരും വാഹനത്തിന്റെ ഡോർ തുറന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ കൂരിക്കുഴി സ്വദേശി മുസമ്മിലിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയിരുന്നു. പ്രതികൾക്ക് MDMA നൽകിയ നിസ്താഫറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെട്ട ഫാരിഷ് ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കുരുവലശ്ശേരി സ്വദേശി വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെതിരെ വീണ്ടും കാപ്പ ചുമത്തി. അയൽവാസിയായ തോമസിനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് കാപ്പ ചുമത്തി റിമാൻഡ് ചെയ്തത്. ജില്ലാ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് കാപ്പ ഉത്തരവിറക്കിയത്. മലയാളിയുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി ഓർമ്മയായിട്ട് 9 വർഷം പിന്നിടുന്നു. കണ്ണിലിന്നലെ മിന്നി മിനുങ്ങിയ കണ്ണിക്കിനാക്കളില്ലേ, പതിയെ തൊട്ടാലൂർന്നു വീഴും പട്ടുചൊറിയില്ലേ. താരപരിവേഷമില്ലാതെ സാധാരണക്കാരന്റെ ജീവിതം അഭിനയിച്ച് ഫലിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു കലാഭവൻ മണി. മിമിക്രി കലാരംഗത്ത് നിന്നും മലയാള സിനിമയിലെത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും അഭിനയ പാടവത്തിന്റെ പകർന്നാട്ടമായിരുന്നു പിന്നീട് മലയാളി കണ്ടത്. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഹാസ്യരംഗങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മണിയുടെ മാസ്റ്റർ പീസ് ചിരിയായിരുന്നു. അക്ഷരമെന്ന ചിത്രത്തിൽ തുടങ്ങി സല്ലാപത്തിലെ ചെത്തുകാരന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായി. ഹാസ്യ നടനായി തിളങ്ങി പിന്നീട് സഹനടനായും നടനായും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. പിന്നെയും പറഞ്ഞു നിങ്ങൾ ദൈവാത്. എന്നോ മരിച്ചുപോയി എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ഒരു മകനെ പോലെ കരുതുന്നു വിചാരിച്ച നിങ്ങൾ എന്നെ ചതിക്കലായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ടെന്ന കലയെ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളിയുണ്ടാകില്ല. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. സിനിമയിൽ തിരക്കേറിയപ്പോഴും നാടും നാട്ടാരും നാടൻ പാട്ടുമായിരുന്നു മണിയുടെ ജീവൻ. ഏതു തിരക്കിലും മണ്ണിന്റെ മണമുള്ള പാട്ടുകളുമായി മണിയെത്തി. പാട്ടുപോലെ ചടുലമായിരുന്നു മണിയെന്ന കലാകാരന്റെ ജീവിതവും. ഇല്ലായ്മകളിൽ തളരാതെ മുന്നേറിയ കലാകാരൻ പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളുടെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട്. നിന്നെ ചതിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ നടേശനെതിരെ വന്ന് കളിച്ചത് നിന്റെ ടീമായതുകൊണ്ട് കാശു വാങ്ങാതെ ഈ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. അതല്ലടോ അതിന്റെ ഒരു മര്യാദ. സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മടിക്കിടുക്കം. എന്റർടൈൻമെന്റ് ഡെസ്ക് TCV. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നഗരസഭയും യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ TT ജിസ്മോൻ, ബോർഡംഗം സന്തോഷ് കാല, സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ മണിയുടെ പേരിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഭക്ഷണ വിതരണം നടന്നു. ഫയർ സ്റ്റേഷൻ റോഡിൽ മണിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് അനുസ്മരണം സംഘടിപ്പിച്ചു. കലാഭവൻ മണിയുടെ പേരിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി. സനീഷ് കുമാർ T. ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വരാക്കരയിൽ അപേക്ഷിക്കാതെ നൽകിയ കുടിവെള്ള കണക്ഷന് ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നടപടി നേരിട്ട് കുടുംബം. വാട്ടർ അതോറിറ്റിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വീട്ടുകാർ. വരാക്കര സ്വദേശിനി വല്ലച്ചിറക്കാരൻ വീട്ടിൽ മേരിയാണ് ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 2022 തങ്ങൾ ആവശ്യപ്പെടാതെ വാട്ടർ കണക്ഷൻ നൽകിയെന്നും ഇതിനുശേഷം അപേക്ഷ ഫോം അധികൃതർ നൽകിയെങ്കിലും കണക്ഷൻ വേണ്ടെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. പലതവണ കണക്ഷൻ വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിച്ചു. അവർ അപേക്ഷ ഫോം തന്നപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കണക്ഷൻ അവർ അവിടെ ഇട്ടുപോയി. പിന്നെ കുറേ നാളുകൾക്ക് 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ ഒരു ബില്ല് വന്നപ്പോൾ നമ്മൾ എയിനെ പോയി കണ്ടു. ഒല്ലൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി കണ്ടു. അപ്പോൾ ഒരു അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ അതിന് അപേക്ഷ കൊടുത്തു. അവർ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ഒരു തുക നമുക്കൊരു 1000 ചില്ലാൻ രൂപയുടെ ബില്ല് വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ വന്നു. അപ്പോൾ വീണ്ടും ബില്ല് വന്നേക്കാണ് നമുക്ക് 2000 ചില്ലാൻ രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട്. ഞാൻ പലതവണയായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങണം. അവിടെ ഓഫീസിൽ ചെന്ന് ബന്ധപ്പെട്ട് അവിടെ ചെന്നിരുന്ന് ഇവരോട് അപേക്ഷ വയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ഇവർ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബിൽ വന്നപ്പോൾ ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി പരാതി നൽകിയിരുന്നു. സാങ്കേതിക പ്രശ്നമാണെന്നും ബിൽ തുക അടയ്ക്കേണ്ട എന്നാണ് മറുപടി നൽകിയതെന്നും ഇവർ പറയുന്നു. പിന്നീട് 2190 രൂപ കുടിശ്ശിക അടയ്ക്കുവാൻ പറഞ്ഞ് ചാലക്കുടി സബ് ഡിവിഷനിൽ നിന്നും നോട്ടീസ് ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയും. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. ദേശീയപാത മുടിക്കോട് കാറിൽ കടത്തിയ 11,756 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. മണാർക്കാട് സ്വദേശികളായ മുഹമ്മദ് സജാർ, അൻവർ ബാബു എന്നിവരെയാണ് PG പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ASI ജീവൻ, CPOമാരായ ലിഗേഷ്, സംഗീത്, വൈശാഖ് എന്നിവരും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. അരുവിക്കര ചെറിയക്കോന്നി സ്വദേശി കട്ടാരക്കുടി വീട്ടിൽ ആൽബിൻ, പിണ്ടാണി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായ പ്രിൻസനും സംഘവും ജനുവരി 21 പട്രോളിംഗ് നടത്തുമ്പോഴായിരുന്നു പ്രതികൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയത്. കേസിലെ പ്രതികളായ അസിൻ, മുഹമ്മദ് ഷാഫി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ആൽബിനും മുഹമ്മദ് സാലിഹും തമിഴ്നാട്ടിലെത്തി കോയമ്പത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടറെ കുത്തിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞുവരുമ്പോഴാണ് മാള പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ചേലക്കരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ തീപിടുത്തം. ചേലക്കര മൊബൈൽ ടവറിന് സമീപത്തെ വിനോദ് വിഹാറിലാണ് തീപിടുത്തമുണ്ടായത്. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വീട്ടുകാരെ വിവരമറിയിച്ചത്. അടുക്കള ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കയ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്തുകാരനെ ആക്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ. കൂരിക്കുഴി സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ, മകൻ മായപ്രയാഗ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാളമുറി സ്വദേശിയായ മമ്മസ്ര ഇല്ലത്ത് വീട്ടിൽ സഗീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാടാനപ്പള്ളിയിൽ നിന്നാണ് പിടികൂടിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ KS സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട്, ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്ലാസ്റ്റിക് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് കുറുമാലി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറിഗേഷൻ വകുപ്പ് ചിറകെട്ടുന്നത് വിരോധാഭാസമാണെന്നും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രധാന കടമയും കർത്തവ്യവുമാണെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. കുറുമാലിപ്പുഴ മലിനമാകുന്നത് തടയാൻ ജില്ലാ ഭരണകൂടം നടപടിയെടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു.
പ്ലാസ്റ്റിക് ചാക്കുകൾക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന കമ്മീഷന്റെ മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ സ്വീകരിച്ച നടപടികൾ 6 മാസത്തിനകം അറിയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേസ് വീണ്ടും ഓഗസ്റ്റിൽ പരിഗണിക്കും. ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ ഉത്തരവ് ലംഘിക്കപ്പെട്ടതായി ആരോപിച്ച് KG രവീന്ദ്രനാഥ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. 2013 ശേഷമുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരും പെൻഷൻകാരും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, B. അജികുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിരോധ സമരം സംഘടിപ്പിച്ചത്. ഡെന്റിസ്റ്റുകൾക്ക് ലൈസൻസ് പുതുക്കാൻ ഏകജാലക സംവിധാനം വേണമെന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് നേതാക്കൾ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ഡെന്റിസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച മീഡിയ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഡെന്റിസ്റ്റുകൾക്ക് മാത്രമായി ഡയറക്ടറേറ്റ് നിലവിൽ ഇല്ല എന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. ഡെന്റൽ എഡ്യൂക്കേഷൻ പോളിസിയിലും മാറ്റം വരണം. കേരളത്തിൽ ഡെന്റൽ ടൂറിസവും പ്രധാനമാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് കെ മാധവൻ, സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ, ഡോക്ടർ KR ദിനേശ്, ഡോക്ടർ സിബി ചെന്നക്കര, ഡോക്ടർ നിതിൻ ജോസഫ്, ഡോക്ടർ PT സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ദന്ത ചികിത്സ ലഭിക്കുന്നത് കേരളത്തിലാണെന്ന് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡെന്റിസ്റ്റ് ഡേയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് 1,68,000 പ്രൊഫഷണൽസിനെ പുറത്തിറക്കാൻ സാധിച്ചു. ലോകത്താകമാനം 60 മില്യൺ ആരോഗ്യ പ്രവർത്തകർ ആവശ്യമുണ്ടെന്നും അവർ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നതെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. IDA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ അധ്യക്ഷനായി. ഡോക്ടർ സന്തോഷ് തോമസ്, ഡോക്ടർ ഈപ്പൻ തോമസ്, ഡോക്ടർ ടെറി തോമസ്, ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ, ഡോക്ടർ നിതിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രശസ്തരായ ദന്ത വിദഗ്ധരെ ഡെന്റൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ആദരിച്ചു. Formerly, he was a member of Medical Council of India, National President. ലഹരിക്കെതിരെ പ്രതിജ്ഞാബദ്ധരായി തൃശൂരിലെ വ്യാപാരി സമൂഹം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ലഹരിയുടെ ഉപയോഗവും വിതരണവും തടയാൻ ഒരുമിച്ചുള്ള മുന്നേറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു. തൃശൂർ നടുവിലാൽ പരിസരത്തു നിന്നും ആരംഭിച്ച സന്ദേശയാത്ര കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ P. വാഹിദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി വിതരണവും പുതുതലമുറയിലെ ലഹരി ഉപയോഗവും തടയാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി വിമുക്ത നാടിനായുള്ള പ്രവർത്തനങ്ങളെ വ്യാപാരികൾ പിന്തുണയ്ക്കുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി ചേംബർ ഓഫ് കൊമേഴ്സും അംഗങ്ങളായ വ്യാപാരികളും ശക്തമായി പ്രവർത്തിക്കുമെന്നും ചേംബർ ഭാരവാഹികൾ പറഞ്ഞു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ പ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചേരി സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ രമേശനെ ഒല്ലൂർ SHO PM വിമോദിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം, കവർച്ച, അടിപിടി ഉൾപ്പെടെ 10ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളെ നേരിടാനായി സംഘടനാ സംവിധാനമൊരുക്കി കോൺഗ്രസ്. തൃശൂർ ജില്ലയിൽ പുതിയ നേതൃത്വം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പാർട്ടിയുടെ ചുമതല MS അനിൽകുമാറിനാണ്. നഗരസഭയിലെ 46 വാർഡുകളിലും സംഘടനാ സംവിധാനം കാര്യക്ഷമമാക്കുക, അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക,
തുടങ്ങിയ വെല്ലുവിളികളാണ് കോൺഗ്രസ് നിലവിൽ നേരിടുന്നത്. നഗരസഭയിൽ 10 വാർഡുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇവയിൽ 6 തീർച്ചയായും വിജയിക്കാനാകുമെന്നും പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ആദ്യമായി കഴിഞ്ഞ കാലങ്ങളില്ലാത്ത രീതിയിലുള്ള UDFന്റെ ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് കമ്മിറ്റികൾ മുഴുവൻ രൂപീകരിച്ചു. അതോടൊപ്പം മഹാത്മജി കുടുംബ സംഗമങ്ങൾ, ഓരോ വാർഡിലെയും പ്രധാന കുടുംബാംഗങ്ങളെ, അവിടുത്തെ പ്രധാന പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് KPCCയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന കുടുംബ സംഗമങ്ങളും ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് ആ ഓരോ കുടുംബങ്ങളിലേക്കും UDFന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനം മുതൽ നഗരസഭ വരെയുള്ള ഗ്രൂപ്പിസവും പ്രാദേശിക ഗ്രൂപ്പിസവും മറികടന്നു വേണം കോൺഗ്രസിനെ പ്രവർത്തിക്കാൻ. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡ് വാഹനത്തിന്റെയും വാതിൽപ്പടി ശേഖരണത്തിനായുള്ള വാഹനത്തിന്റെയും ഫ്ളാഗ് ഓഫ് മേയർ MK വർഗീസ് നിർവഹിച്ചു. കോർപ്പറേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ്, ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കോർപ്പറേഷന്റെ ചരിത്രത്തിലെ 2025 മാർച്ച് 31 പ്രഖ്യാപിക്കുകയും മാലിന്യം വീടുകളിൽ നിന്ന് ശകാലം കേരളത്തിലുണ്ടായിരുന്നു. പൊരിങ്ങൽകുത്ത് പുളിയിലപ്പാറയിൽ 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിന് മധ്യവയസ്കൻ അറസ്റ്റിലായി. പുളിയിലപ്പാറ സ്വദേശി പാറശ്ശേരി വീട്ടിൽ ഷിജുവിനെയാണ് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം കാളമുറി പടിഞ്ഞാറ് പുല്ലിന് തീപിടിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കടന്നുപോകുന്ന KSEB ലൈനിൽ തെങ്ങ് വീണതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. തീപ്പൊരി പറമ്പിലെ പുല്ലിൽ വീണ് തീപിടിക്കുകയായിരുന്നു. വലപ്പാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വാണിജ്യം. പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് തൃശൂർ പാട്ടുരാക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. പാട്ടുരാക്കൽ സിറ്റി ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഫാദർ ജിയോ ചിരടായി നിർവഹിച്ചു. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. UGS ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ, ഡിവിഷൻ കൌൺസിലർ NV രാധിക, തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സോളി തോമസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി VT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ UGS ഗ്രൂപ്പ് ജീവനക്കാർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാരുടെ വിശ്വാസ്യത ആർജിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പ്രവർത്തനം 5ാം വർഷത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തുടക്കം കുറിച്ച പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണക്കാരന്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് അർബൻ ഗ്രാമീൺ സൊസൈറ്റി നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ ഗോൾഡ് ലോൺ സ്കീമുകൾക്ക് പുറമെ ലളിതമായ വ്യവസ്ഥകളിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകുന്ന ദിവസ ആഴ്ച തവണയിൽ അടയ്ക്കാവുന്ന ബിസിനസ് ലോണുകൾ, യൂസഡ് വെഹിക്കിൾ ലോണുകൾ, ആട് വളർത്തൽ, പശു വളർത്തൽ തുടങ്ങി ക്ഷീരവികസന മേഖലയ്ക്കും നെൽകൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയ കാർഷിക മേഖലയ്ക്കും സഹായകരമാകുന്ന കാർഷിക വായ്പകൾ, കൂടാതെ ദിവസ ആഴ്ച മാസ തവണകളായി അടയ്ക്കാവുന്ന നിക്ഷേപ പദ്ധതികൾ, സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം തുടങ്ങി നിരവധി ലോൺ നിക്ഷേപ പദ്ധതികളുമാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകിവരുന്നത്. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ആളിക്കത്തും വിലയെ ആവിയാക്കാൻ നെസ്റ്റോ ഷോപ്പിംഗ് തൂഫാൻ. 4 ദിവസം ദൈർഘ്യമുള്ള നെസ്റ്റോ ഷോപ്പിംഗ് തൂഫാന് വെള്ളിയാഴ്ച രാവിലെ തുടക്കമാകും. നിത്യോപയോഗ സാധനങ്ങളുടെ ആളിക്കത്തുന്ന വിലയെ ആവിയാക്കാനായി വിസ്മയിപ്പിക്കുന്ന ഓഫറുകളോടെ ഷോപ്പിംഗിൽ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് പുഴയ്ക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. മാർച്ച് 7, 8, 9, 10 തീയതികളിലാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഷോപ്പിംഗ് തൂഫാൻ ഒരുക്കുന്നത്. 5 ലിറ്റർ സൺ പ്യുവർ സൺഫ്ലവർ ഓയിൽ, 26 കിലോ കുറുവ അരി, 5 കിലോ പഞ്ചസാര എന്നിവയ്ക്ക് 1999 രൂപയുടെ കോംബോ ഓഫർ, 299 രൂപയ്ക്ക് 1 കിലോ ബോൺലെസ് ബീഫ്, 489 രൂപയ്ക്ക് 5 കിലോയുടെ ഡബിൾ ഹോഴ്സ് ജീരകശാല അരി, 43 ഇഞ്ച് സാംസങ് ഫുൾ HD LED സ്മാർട്ട് TV 24,999 രൂപ,
5 കിലോയുടെ ഡിറ്റോ ഡിറ്റർജന്റ് പൗഡർ 179 രൂപ. 5 ലിറ്ററിന്റെ റോയൽ പ്രിൻസ് പ്രഷർ കുക്കർ 699 രൂപ. 3 ലിറ്റർ ഏരിയൽ ലിക്വിഡ് 389 രൂപ. വിസ്പർ ചോയ്സ് അൾട്ര 239 രൂപ. 999 രൂപയുടെ പാമ്പേഴ്സ് ബേബി പാൻസ് 699 രൂപ. ഫെറോറോ ന്യൂട്ടല്ല ചോക്കോ സ്പ്രെഡ് 350 ഗ്രാം 279 രൂപ. തക്കാളി കിലോയ്ക്ക് 9 രൂപ 90 പൈസ തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ നെസ്റ്റോ ഷോപ്പിംഗ് തൂഫാനിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. റംസാൻ പ്രമാണിച്ച് സവിശേഷ ഇനം ഈന്തപ്പഴങ്ങൾ അണിനിരത്തിയ നെസ്റ്റോ അറേബ്യൻ ഡേറ്റ്സ് ഡിലൈറ്റ്സും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ സജ്ജമാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8040 രൂപ, പവന് 64,320 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആതുര സേവനം ജനസേവനത്തിൽ അധിഷ്ഠിതമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ 9,947 പേർക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂരിൽ റെയിൽപാളത്തിൽ ഇരുമ്പ് റാഡ് കണ്ടെത്തിയ സംഭവം. തമിഴ്നാട് സ്വദേശി പിടിയിൽ. മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇരുമ്പ് റാഡ് ട്രാക്കിൽ കൊണ്ടിട്ടതെന്ന് പ്രതിയുടെ മൊഴി. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാനൊരുങ്ങിയ വനം വകുപ്പ്. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം പരിശോധിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.